നല്ലതാണോ? ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ദോശ കഴിക്കാൻ പോയാലോ അമ്പാലയിൽ? നമുക്ക് അമ്പാലയിലത്തെ ദോശ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങളാണെങ്കിൽ ശിവരാത്രിൻ്റെ ദിവസം പ്രാചീൻ ശിവ മന്ദിറിൽ ശിവരാത്രി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ദോശ കഴിക്കാൻ പോവാണേ. അപ്പോൾ നമുക്കിന്ന് അമ്പാലയിലത്തെ ദോശ കടയിലത്തെ വിശേഷങ്ങൾ കാണാം. അമ്പാലയിൽ റായ് മാർക്കറ്റിൻ്റെ അകത്തുള്ള ന്യൂ ദോശ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ദോശക്കടയിലാണ് ഞങ്ങളിന്ന് ദോശ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ വേറെയും ദോശക്കടകളുണ്ട്, പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ഇത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദോശ കൂടാണ്ട് ഇവിടെ ജ്യൂസും പിന്നെന്താ പാവ് ബജിയും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളത് കടയുടെ അകത്ത് കയറുമ്പോൾ തന്നെ വണക്കം എന്നൊക്കെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെയാണ്. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കഥകളിയൊക്കെ കാണാം. കുറച്ചങ്ങനെ വലിയ സീറ്റിംഗ് ഏരിയ ഒന്നുമില്ല, കുറച്ച് സ്പേഷ്യസ് ആയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി ഇതേ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളവിടെ ചെന്നത്. ഇതാണ് അവിടുത്തെ മെനു. ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തു. ഹനിക്കൊരു ബട്ടർ പ്ലെയിൻ ദോശയും എനിക്കൊരു മസാല ദോശ ഓർഡർ ചെയ്ത്. മോനത്തിനൊന്നും വേണ്ട പറഞ്ഞു. അവന് ചായ വേണമായിരുന്നു, പക്ഷേ അവിടെ ചായ ഉണ്ടായിരുന്നില്ല. ജ്യൂസും മൊയ്റ്റോയും പിന്നെ എന്താണ് ടിൻഡ് ജ്യൂസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് കാരണം പിന്നെ മൂത്തൊന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങൾ ദോശ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഹനിക്ക് ഇപ്പോൾ പുറത്താണ് അവർ ദോശ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കൂടാണ്ട് വേറെ 2 ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹനിയുടെ പ്ലെയിൻ ദോശയും എൻ്റെ മസാല ദോശയും വേറെ 2 മസാല ദോശയും ഇത് റെഡി ആവുന്നുണ്ട്. അവർ പാഴ്സൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് ഫുഡ് പാക്ക് ചെയ്യുന്നത്. അല്ലാണ്ടേ ഉള്ളത് ഇവർ നോർമലി നമുക്ക് നാട്ടിലൊക്കെ സെർവ് ചെയ്യുന്ന മാതിരിയാണ് സെർവ് ചെയ്യുന്നത്. കണ്ടോ, അത് ഹനിയുടെ പ്ലെയിൻ ദോശയാണ്. ഹനിൻ്റെ ദോശ മാത്രമേ വലുതായി അവിടെ ഇരിക്കുന്നുണ്ട്. അത് അമ്മേൻ്റെ ദോശ ട്രയാങ്കിളായി കണ്ടോ. ഹനിൻ്റെ ദോശ വന്നിട്ട് താങ്ക് യു. നല്ലതാണോ? സാമ്പാർ എങ്ങനെയുണ്ട്? ഓറഞ്ച് ചട്നിയോ? തണുത്തന്നെ ടേസ്റ്റ് ചെയ്യാൻ നോക്ക്. ഓറഞ്ച് ചട്നി കൊള്ളാമോ? വൈറ്റ് കളർ ചട്നിയോ? അങ്ങനെ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. ഇപ്പം നല്ലതായിരുന്നു കേട്ടോ. ഒരു സാമ്പാറും പിന്നെ ഓറഞ്ച് ചട്നി എന്ന് ഹനി പറയുന്നത് തക്കാളി ചട്നിയാണ്, പിന്നെ തേങ്ങാ ചട്നിയും. ഇപ്പം നോർമലി ഇവിടെ തേങ്ങാ ചട്നിയുടെ അങ്ങനെ കിട്ടാറില്ല, കടല അരച്ചിട്ടുള്ള ചട്നിയാണ് കിട്ടുക, വൈറ്റ് കളർ ചട്നി. പക്ഷെ ഇവിടെ തേങ്ങാ ചട്നിയായിരുന്നു. കറിയും നല്ലതായിരുന്നു, ദോശയും നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബാക്കി സീറ്റിലൊക്കെ ആൾക്കാർ വന്ന് സീറ്റൊക്കെ ഫില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ബില്ല് കൊടുത്തിട്ട് ഇറങ്ങുകയാണേ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ബട്ടർ പ്ലെയിൻ ദോശ 90 രൂപയും മസാല ദോശ 80 രൂപ, അങ്ങനെ 170 രൂപയാണ് ആയത്. റേറ്റും റീസണബിൾ ആയിരുന്നു. ദോശ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനിക്ക് അവിടെ നിന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടയിൽ ഐസ്ക്രീം ഇല്ലായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്ക് കാക്കൂസി എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കടയുണ്ട്. നല്ല ഐസ്ക്രീമാണ് അവിടുത്തത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഹനീനെയും കൊണ്ട് അവിടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹനി അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ദോശ വിശേഷം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്.